ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിന്റെ പേജ് നമ്പർ 27 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 3 അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ദ സം ഓഫ് ദ ഫസ്റ്റ് 7 ടേംസ് as 70. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു 7 ടേംസ് നമ്മൾ എഴുതണം. ആ 7 ടേംസിന്റെ സം എന്തായിരിക്കണം? 70 ആയിരിക്കണം. അതുപോലെ എത്ര സീക്വൻസ് എഴുതണം? അരിത്തമെറ്റിക് സീക്വൻസ് 3 അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണം അല്ലേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കിയേ. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത് ടേം തരുന്നു. ഈ 7th ടേമിന്റെ സം എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 70. അപ്പൊ 7 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പർ ആണ് അല്ലേ? അപ്പൊ ഓഡ് നമ്പേഴ്സിന്റെ എല്ലാം കൂടെ സമ്മ് തരുമ്പോൾ നമുക്ക് അതിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയായിരുന്നു? സം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് അല്ലേ? ഇവിടെ മിഡിൽ ടേം ഏതാ വരുന്നേ? ഈ 4th ടേമാ വരുന്നേ അല്ലേ? അപ്പൊ ഈ 4th ടേം ആയിരിക്കും മിഡിൽ ടേം. നമ്പർ ഓഫ് ടേംസ് 7, സമ്മ് 70 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം നമ്മൾ? സം ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എൻ. ഇവിടുന്ന് നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിക്കാം. മിഡിൽ ടേം ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ എൻ. ഈ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 7th ടേമിന്റെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? 4th ടേം അല്ലേ? 4th ടേം ഈസ് ഈക്വൽ ടു സം എത്ര? 70 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് എത്ര? 7. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. അപ്പൊ 4th ടേം നമുക്ക് എന്ത് കിട്ടി? 10 എന്ന് കിട്ടി അല്ലേ? കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ കോമൺ ഡിഫറൻസ് 1 എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ 4th ടേം 10 ആണെങ്കിൽ നമുക്ക് 5th ടേം എങ്ങനെ എഴുതാം? 11, 6th ടേം 12, 7th ടേം 13. ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ 3rd ടേം എന്ത് വരും? 9, സെക്കൻഡ് ടേം എന്ത് വരും? 8, ഫസ്റ്റ് ടേം 7. 3 അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ d is equal to 2 ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? 4th ടേം 10, അപ്പൊ 2 ആഡ് ചെയ്ത് വേണം. 12, 14, നെക്സ്റ്റ് 16. ഇങ്ങോട്ടാണെങ്കിൽ 2 കുറയ്ക്കണം അല്ലേ? അപ്പൊ 10 2 പോയാൽ 8, 6, 4. ഇനി കോമൺ ഡിഫറൻസ് 3 ആണെങ്കിൽ സീക്വൻസ് എങ്ങനെ വരും? 10 ഇങ്ങോട്ട് 13, 16, 19. ഇവിടെ ഇങ്ങോട്ട് എന്ത് വരും? 10 3 പോയാൽ 7, 4, 1. 3 അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടിയില്ലേ? ഇവയുടെ സം എന്തായിരിക്കും? 70 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, the sum of the first 3 terms of an arithmetic sequence is 30 and the sum of the first 7 terms is 140. അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം ഓഫ് ദ സീക്വൻസ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ 4th ടേം ഓഫ് ദ സീക്വൻസ്? തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്? ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നേ? 3 ടേംസുകളുടെ അല്ലെ? 3 ഫസ്റ്റ് 3 ടേംസ്. നമുക്ക് ഫസ്റ്റ് 3 ടേംസ് എങ്ങനെ എഴുതാം? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഈ 3 എണ്ണത്തിന്റെയും കൂടെ സം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 30 കിട്ടും. ഓക്കെ, ക്ലിയർ? ഇനി പറഞ്ഞേക്കുന്നത് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം ഓഫ് ദ സീക്വൻസ്? ഈ സീക്വൻസിന്റെ സെക്കൻഡ് ടേം എന്തായിരിക്കും വരുന്നത്? ചെയ്തു നോക്കാമല്ലോ. ഇപ്പൊ നമ്പർ ഓഫ് ടേംസ് എത്ര? 3 ആണ് അല്ലെ? ഓഡ് നമ്പർ ആണ്. അപ്പൊ അതിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇവിടെ നമ്പർ ഓഫ് ടേംസ് എത്ര? നമ്പർ ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു 3. സം എന്ത് വരും? 30. ഇനി മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? നമ്മുടെ കയ്യിലുണ്ടോ? മിഡിൽ ടേം ഇല്ല ഇല്ലേ? മിഡിൽ ടേം നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഈ മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താണ്?
സെക്കൻഡ് ടേം. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ നമുക്ക് എന്താ എഴുതാം? സം ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എൻ. അപ്പൊ ഇവിടുന്ന് എം കണ്ടുപിടിക്കാമല്ലോ. എം ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ എൻ. ഈ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ടേം ആണ്. സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു എന്തെഴുതണം? സം എന്താണ്? 30 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അപ്പൊ നമുക്ക് സെക്കൻഡ് ടേം എന്ത് കിട്ടി? 10 കിട്ടി. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദ ഫോർത്ത് ടേം ഓഫ് ദ സീക്വൻസ് അല്ലെ. ഫോർത്ത് ടേം എന്താണ്? അതിനുവേണ്ടി നമുക്ക് പറഞ്ഞേക്കുന്നത് എന്താണ്? ആദ്യത്തെ എത്രയാണ്? 7 ടേംസിന്റെ സം എന്താന്ന് തന്നിട്ടുണ്ട്? 114 തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്. ഇവയുടെ സം എന്ത് തന്നിട്ടുണ്ട്? 140. ഇനി നമ്പർ ഓഫ് ടേംസ് എത്ര? 7 ആണ്. അപ്പൊ ഓഡ് ആണല്ലോ. ഇനി ഇതിന്റെ എന്താണ്? ഫോർത്ത് ടേം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കിയേ, ഇവിടുന്ന് ഇങ്ങോട്ട് 3, ഇവിടുന്ന് ഇങ്ങോട്ട് 3. അപ്പൊ മിഡിൽ ടേം ഏതാ വരുന്നേ? ഫോർത്ത് ടേം ആണ്. നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണ്. അപ്പൊ നമുക്ക് സം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? സം ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എൻ അല്ലേ. എം എന്ന് വെച്ച എം ആണ് കണ്ടുപിടിക്കേണ്ട മിഡിൽ ടേം. അതാണ് നമ്മളുടെ ഫോർത്ത് ടേം. ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ എൻ. മിഡിൽ ടേം എന്താണ്? ഫോർത്ത് ടേം. അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അല്ലേ. ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു 140 ഡിവൈഡഡ് ബൈ 7. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയി. ഇനി എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ് അല്ലേ. ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ് കണ്ടുപിടിക്കണം. അതിന്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണ്ടേ? സെക്കൻഡ് ടേം നമുക്ക് എന്തെന്നുണ്ട്? സെക്കൻഡ് ടേം 10 എന്നുണ്ട്. പിന്നെന്താണ്? ഫോർത്ത് ടേം ഉണ്ട് അല്ലേ. ഫോർത്ത് ടേം എത്രയാണ്? 20 ആണ്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യത്തെ ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കണം. നോക്കിയേ, ഫസ്റ്റ്, സെക്കൻഡ്, സെക്കൻഡ് ടേം 10 ആണ്. തേർഡ്, ഫോർത്ത്. ഫോർത്ത് എന്താണ്? 20 ആണ്. ഇനി ആദ്യത്തെ 3 ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ 3 ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ ഇപ്പൊ സെക്കൻഡ് ഉണ്ട്. അപ്പം ഫസ്റ്റും തേർഡും കണ്ടുപിടിച്ചാൽ മതി. ഫോർത്തും ഉണ്ട്. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ രണ്ടും ദൂരെയാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നത്? അപ്പൊ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇവിടുത്തെ ടേം ഡിഫറൻസ് എന്താ? 20 മൈനസ് 10 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2. അതാണ് നമ്മുടെ പൊസിഷൻ ഡിഫറൻസ്. ഇത് അല്ലേ. അപ്പൊ എന്ത് കിട്ടും? 20 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. കോമൺ ഡിഫറൻസ് 5 എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? തേർഡ് ടേം കണ്ടുപിടിക്കാമല്ലോ. തേർഡ് ടേം ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? സെക്കൻഡ് ടേമിന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി അല്ലേ. ഈ 10ന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് തേർഡ് ടേം കിട്ടും അല്ലേ. അപ്പൊ എന്താണ്? സെക്കൻഡ് ടേം പ്ലസ് ഡി, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? സെക്കൻഡ് ടേം എന്താ? 10 പ്ലസ് 5, 15 എന്ന് കിട്ടി. ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമല്ലോ. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണം? ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേമിന് ഇങ്ങോട്ടല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഒരു മൈനസ് ഡി ചെയ്യണം അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? സെക്കൻഡ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്, ദാറ്റ് ഈസ് സെക്കൻഡ് ടേം എത്ര വരുന്നത്? നമുക്ക് സെക്കൻഡ് ടേം വരുന്നത് 10. കോമൺ ഡിഫറൻസ് എത്ര? 5. അപ്പൊ എന്ത് വരും? 10 ന്ന് 5 പോയാൽ 5. അപ്പൊ നമുക്ക് ആദ്യത്തെ 3 ടേംസിന്റെ സീക്വൻസ് എന്തൊക്കെയാണ്? സീക്വൻസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം 5, സെക്കൻഡ് ടേം 10, നെക്സ്റ്റ് തേർഡ് ടേം 15. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, the sum of the first 5 terms of an arithmetic sequence is 150 and the sum of the first 10 terms is 550. അതിന്റെ
First question, what is the third term of the sequence? Second question, what is the eighth term of the sequence? Third question, write the first 3 terms of the sequence. Okay. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്, സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് അല്ലേ. അപ്പൊ നമുക്ക് മൊത്തം എത്ര ടേം ഉണ്ട്, പിന്നെ സം ഓഫ് ദ ഫസ്റ്റ് 10 ടേമും തന്നിട്ടുണ്ട്. അപ്പൊ മൊത്തം എത്ര ടേം ഉണ്ട്, 10 ടേംസ് ഉണ്ട് അല്ലേ. 1 2 3 4, third, fourth, fifth, sixth, seventh, eighth, ninth, 10th. ഓക്കെ, ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇതിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഫസ്റ്റ് 5 ടേംസ് അല്ലേ. ഫസ്റ്റ് 5 ടേംസ് എന്ന് പറയുമ്പോൾ ദേ ഇവിടെ വരെയുള്ള ഇത്രയും ഫസ്റ്റ് 5 ടേംസിന്റെ സം എന്ന് പറയുന്നത് 150 ആണ്. ഇനി ഫസ്റ്റ് എത്ര ഉണ്ട്, 10 ടേംസ്. 10 ടേംസ് എന്ന് പറയുമ്പം ഇത് ഇത്രയും വരും അല്ലേ. ഇത് ഇത്രയുള്ള ടേംസിന്റെയും കൂടെ സം എന്താണ് വരുന്നത്, 550, 550. ക്ലിയർ. ഇനി നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദ സീക്വൻസ് അല്ലെ. തേർഡ് ടേം കണ്ടുപിടിക്കണം. ഈ തേർഡ് ടേം എന്ന് പറയുന്നതാണ് ഈ ഫസ്റ്റ് 5th ടേമിന്റെ മിഡിൽ ടേം അല്ലേ. എന്നിട്ട് അപ്പൊ നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ട്, 5 ആണ്. അപ്പൊ ഓഡ് നമ്പർ ആണ്. സം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. അപ്പൊ ആദ്യം എന്ത് എഴുതണം, number of terms is equal to 5, sum is equal to എന്തെഴുതണം, m into n അല്ലേ. അവിടുന്ന് തേർഡ് ടേം ആണ് നമ്മളുടെ മിഡിൽ ടേം. അപ്പൊ മിഡിൽ ടേം m is equal to sum divided by n. തേർഡ് ടേം is equal to സം എത്ര തന്നേക്കുന്നത്, 150. നമ്പർ ഓഫ് ടേംസ് എത്ര, 5. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 30. അപ്പൊ നമ്മുടെ തേർഡ് ടേം എന്ത് കിട്ടി, 30 കിട്ടി. ഓക്കെ, ക്ലിയർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, വാട്ട് ഈസ് ദ 8th ടേം ഓഫ് ദ സീക്വൻസ് അല്ലെ. 8th ടേം ദേ ഇവിടാണ്. ഈ സീക്വൻസിന്റെ 8ാമത്തെ ടേം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ, ദേ ഇവിടുന്ന് 5 വരെ 150 ആണ്. ഇവിടുന്ന് ഇവിടെ വരെ വരുമ്പോൾ എത്ര വരും, മൊത്തം 550 അല്ലേ. അപ്പം ഈ 6th മുതൽ 10 വരെ എത്ര വരും, 550 മൈനസ് 150 ചെയ്താൽ മതി. എത്ര കിട്ടും, 400 വരും. അപ്പൊ 6th മുതൽ 10th വരെയുള്ള ടേമിന്റെ സം എന്ന് പറയുന്നത് എന്ത് വരും, 400 വരും. അപ്പൊ ഇവിടെ നോക്കിയേ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 5th. നമ്പർ ഓഫ് ടേംസ് എത്ര, 5. ഇതിന്റെ മിഡിൽ ടേം ഏതാ, 8 അല്ലേ. അപ്പൊ സമ്മ് നമുക്കുണ്ട് 400. അപ്പൊ ഈ മിഡിൽ ടേം കണ്ടുപിടിക്കാമല്ലോ നമുക്ക്. എങ്ങനെ ചെയ്യാൻ നോക്കിയേ, സം is equal to 400, number of terms is equal to 5. ഇനി എന്താണ്, മിഡിൽ ടേം നമുക്ക് ഇല്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സം ഈസ് ഈക്വൽ ടു m ഇൻറ്റു n. ഇവിടുന്ന് m നമുക്ക് കണ്ടുപിടിക്കാം, സം ഡിവൈഡഡ് ബൈ n. m എന്ന് പറയുന്നത് എന്താണ്, 8th ടേം ആണല്ലേ. 8th ടേം ഈസ് ഈക്വൽ ടു സം എത്ര, 400 ഡിവൈഡഡ് ബൈ 5. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 80. അപ്പൊ നമുക്ക് 8th ടൈം എന്ത് കിട്ടി, 80 കിട്ടി. ഇതായിരുന്നല്ലോ നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്. ആദ്യത്തെ ഫസ്റ്റ് 3 ടേംസ് എന്താണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ നമുക്ക് തേർഡ് ടേം എന്തെന്നുണ്ട്, 30 എന്നുണ്ട് അല്ലേ. തേർഡ് ടേം ഈസ് ഈക്വൽ ടു 30. 8th ടേം ഈസ് ഈക്വൽ ടു
എന്തെന്നുണ്ട് 80 എന്നുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യത്തെ 3 പദങ്ങൾ ഇവിടുത്തെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഉണ്ട്. 3 പദങ്ങളാ കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് കോമൺ ഡിഫറൻസ് വേണമല്ലോ. ഡി ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ത് വരും? 80 മൈനസ് 30. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അല്ലേ, ഇവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് എന്താ വരുന്നത്? 8 മൈനസ് 3. 80 30 പോയാൽ എന്ത് വരും? 50. 8 3 പോയാൽ 5. ദാറ്റ് ഈസ് എത്ര കിട്ടും? 10. കോമൺ ഡിഫറൻസ് 10 കിട്ടി. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ടേം ഉണ്ട്. സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ എന്താ? ഈ തേർഡ് ടേമിന്റെ അവിടെ നിന്ന് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ ഒരു മൈനസ് ഡി ചെയ്താൽ മതി അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം മൈനസ് ഡി. തേർഡ് ടേം എത്ര നമുക്ക്? 30 മൈനസ് കോമൺ ഡിഫറൻസ് 10. ആൻസർ ഈസ് എന്ത് വരും? 20. ഇനി ഫസ്റ്റ് ടേം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ടേമിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ടേമിന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി അല്ലേ. അപ്പൊ സെക്കൻഡ് ടേം എന്താ വരുന്നത്? 20 മൈനസ് ഡി എത്ര? 10 ഈക്വൽ ടു 10. അപ്പൊ ഫസ്റ്റ് 3 ടേംസ് എന്തൊക്കെയാ വരുന്നത്? 10 20 30. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ദ 11th and 21st terms of an arithmetic sequence is 80. വാട്ട് ഈസ് ദ 16th term? അല്ലേ, എങ്ങനെ ചെയ്തു നോക്കും? 11th ടേമിന്റെയും 21st ടേമിന്റെയും സം എന്തെന്ന് തന്നിട്ടുണ്ട്? 80 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ്? 16th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ നോക്കിക്കേ, ഇതാണ് നമ്മുടെ 11th ടേം. 11th ടേം തൊട്ട് തുടങ്ങുന്നു. 11 12 13 14 15 16 17 18 19 20 21. 16th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. 21ന്റെയും 11ന്റെയും കൂടെ സമ്മ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സമ്മ് എന്ത് തന്നിട്ടുണ്ട്? 80 എന്ന് തന്നിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഈ 16th കഴിഞ്ഞിട്ട് ഇവിടോട്ട് നമുക്ക് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 1 2 3 4 5. 5d ആഡ് ചെയ്യണം അല്ലേ. ഇങ്ങോട്ട് എന്ത് വരും? ഒരു മൈനസ് 5d വരും. ഓക്കെ, ക്ലിയർ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു, ഒരു സംഖ്യയുടെ മുന്നിലോട്ടും പിന്നിലോട്ടും ഒരേ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുന്ന ആ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ മിഡിൽ വരുന്ന ടേമിന്റെ ട്വൈസ് ആയിരിക്കും അല്ലേ. അപ്പൊ ഈ 16th ടേമിന്റെ ട്വൈസ് എന്ന് പറയുന്നത് ഈ രണ്ട് ടേമുകളുടെ സം ആയിരിക്കും. ഓക്കെ, ക്ലിയർ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 16th ടേം into 2 is equal to sum of the 11th term plus 21st term. ക്ലിയർ ആണല്ലോ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന 3 റൂളിലെ ഫസ്റ്റ് റൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 11th ടേമും 21st ടേമിന്റെ സം എന്തെന്ന് കിട്ടി? 80 എന്ന് കിട്ടി അല്ലേ. അപ്പൊ ഇവിടുന്ന് 16th ടേം കണ്ടുപിടിക്കാമല്ലോ. 16th term is equal to 80 ഡിവൈഡഡ് ബൈ ഈ 2നെ നമ്മൾ ഇപ്പുറത്ത് പോകുമ്പോൾ എങ്ങനെ വരും? ഡിവൈഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 40. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 16th ടേം എത്ര ആണ് അല്ലേ. അപ്പൊ 16th ടേം എന്ത് കിട്ടി നമുക്ക്? 14 കിട്ടി. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ, the angles of a pentagon are in arithmetic sequence. If first question, if the angles are written according to their magnitude, what would be the third angle? Second question, if the smallest angle is 40 degree, what are the other angles? Third question, can the smallest angle be 36 degree? Okay, clear. അപ്പൊ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഒരു പെന്റഗൺ ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഈ പെന്റഗൺ എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? അരിത്തമെറ്റിക് സീക്വൻസിലാണ്. പെന്റഗൺ എന്ന് പറയുമ്പോൾ എത്ര സൈഡ് ഉണ്ട്? 5 സൈഡ് ഉണ്ട് അല്ലേ.
ഇതാണ് ഒരു പെന്റഗൺ. ഈ പെന്റഗൺ എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ? ആംഗിൾസ്, പെന്റഗണിന്റെ ആംഗിൾസ് എല്ലാം അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നേ? If the angles are written according to their magnitude, what would be the third angle? അല്ലെ, തേർഡ് ആംഗിൾ എന്തായിരിക്കും? അതായത് ഈ ചെറുതിൽ നിന്നും വലുതിലോട്ട് എഴുതുവാണെങ്കിൽ തേർഡ് ആംഗിൾ എന്തായിരിക്കും? 1, 2, 3, 4, 5 എണ്ണമല്ലേ ഉണ്ടാവുന്നേ. അപ്പൊ ഈ തേർഡ് ആംഗിൾ ഇതാണ് വരുന്നത്. ഇനി ഈ 5 ആംഗിളിന്റെയും കൂടെ സം എന്തായിരിക്കും വരുന്നത്? സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ പെന്റഗൺ എന്താണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സം ഓഫ് ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു n-2 ഇൻറ്റു 180 ഡിഗ്രി. n എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഇതിന്റെ എന്താ സൈഡ്, എത്ര സൈഡ് ഉണ്ട്, നമ്പർ ഓഫ് സൈഡ്സ്. ഇവിടെ എത്ര ഉണ്ട്? 5 ഉണ്ട് അല്ലേ? അപ്പം 5 - 2 ഇൻറ്റു 180 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 180. 3 ഇൻറ്റു 180 എത്ര വരും? 0, 8 3s are 24, 2, 1 3s are 3 plus 2 5. അപ്പോൾ 540. ഓക്കെ, ക്ലിയർ? അപ്പൊ ഈ 5 ആംഗിളുകളുടെ സമ്മ് നമുക്ക് എന്ത് വരും? 540 വരും. ഇനി നോക്കിയേ, നമ്പർ ഓഫ് സൈഡ്സ് എത്ര? 5 ആണ്, ഓഡ് ആണ് അല്ലേ? ഇനി ഇതിന്റെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ തേർഡ് ആണ്. അപ്പൊ മിഡിൽ ടേം ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ? സം ഈസ് ഈക്വൽ ടു m ഇൻറ്റു n. m കണ്ടുപിടിക്കാമല്ലോ അവിടുന്ന്. സം ഡിവൈഡഡ് ബൈ n. മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താണ്? തേർഡ് ടേം. തേർഡ് ടേം ഈസ് ഈക്വൽ ടു സമ്മ് നമുക്ക് എത്ര കിട്ടി? 540 ഡിവൈഡഡ് ബൈ n. n എത്ര? 5. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 540യെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15408. അപ്പൊ എന്ത് കിട്ടും? 108. തേർഡ് ആംഗിൾ നമുക്ക് എന്ത് കിട്ടി? 108 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് ദ സ്മാളസ്റ്റ് ആംഗിൾ ഈസ് 40 ഡിഗ്രി, വാട്ട് ആർ ദ അതർ ആംഗിൾസ്? അല്ലെ, ചെറിയ ആംഗിള്, ഈ ഇതില് ഏറ്റവും ചെറിയ ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ബാക്കിയുള്ള ആംഗിൾസ് എത്ര ആയിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കിക്കേ, ചെറുതാണ് 40 അല്ലേ? അപ്പൊ നമുക്ക് എത്ര സൈഡ്സ് ഉണ്ട്? 1 2 3 4 5 അല്ലേ? ഇതിന്റെ എല്ലാം സമ്മാണ് നമുക്ക് 540 എന്ന് കിട്ടുന്നത്. തേർഡ് ടേം എന്തെന്ന് കിട്ടി? 108 എന്ന് നമുക്ക് കിട്ടി. ഇനി ചെറുതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് സൈഡ് നമുക്ക് എന്തെന്ന് എടുക്കാം? ഫസ്റ്റ് ആംഗിൾ നമുക്ക് എന്തെന്ന് എടുക്കാം? 40 എടുക്കാം അല്ലേ? അപ്പൊ ഇനി ബാക്കി ആംഗിൾസ് കണ്ടുപിടിക്കാൻ വല്ലോ നമുക്ക്. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. d ഈസ് ഈക്വൽ ടു എന്ത് വരും? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ത് വരും? 108 - 40 ഡിവൈഡഡ് ബൈ പൊസിഷൻ എന്ത് വരും? 3 - 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 108ന്ന് 40 പോയി കഴിഞ്ഞാൽ എത്ര വരും? 68 ഡിവൈഡഡ് ബൈ 2. 3 - 1 2. ദാറ്റ് ഈസ് എന്ത് വരും? 34. കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? 34 കിട്ടി. അപ്പൊ സെക്കൻഡ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. സെക്കൻഡ് ആംഗിൾ കണ്ടുപിടിക്കുന്നത് എത്ര വരും? ഈ 40 ഫസ്റ്റ് ടേമിന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആയ 34 ആഡ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടാം? എന്തെഴുതാം? സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു 40 പ്ലസ് 34 ഈക്വൽ ടു എന്ത് കിട്ടും? 74. തേർഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഫോർത്ത് ടേം അല്ല, ആംഗിൾസ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇവിടെയും ആംഗിൾസ്. ഫോർത്ത് ആംഗിൾ നമുക്ക് എന്ത് കിട്ടും? 108 പ്ലസ് 34 ചെയ്യുക. എന്ത് കിട്ടും? 142. ഫിഫ്ത്ത് ആംഗിൾ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും?
ഫിഫ്ത്ത് ആംഗിൾ ഈസ് ഈക്വൽ ടു 142 പ്ലസ് 34 ദാറ്റ് ഈസ് ഈക്വൽ ടു 176 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ചെറിയ ആംഗിൾ 40 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആംഗിൾസ് എന്തായിരുന്നു വരുന്നത്? ആംഗിൾസ് ഈസ് ഈക്വൽ ടു 40, 74, 108, 142, 172. ഓക്കെ, ക്ലിയർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ക്യാൻ ദ സ്മാളസ്റ്റ് ആംഗിൾ ബി 36 ഡിഗ്രി. സ്മോളസ്റ്റ് ആംഗിൾ എന്താകും? 36 ഡിഗ്രി ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെയ്തു നോക്കാം നമുക്ക്. ഓരോ ആംഗിളും എത്ര ആണെന്ന് കിട്ടാൻ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഇവിടെ തേർഡ് ടേം ഉണ്ട്, ഫസ്റ്റ് ടേം ഉണ്ട്. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ത് വരും? 108 മൈനസ് 36 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1. 108 നിന്ന് 36 പോയാൽ 2, 72. 3 1 പോയാൽ 2. ദാറ്റ് ഈസ് എന്ത് വരും? 36 എന്ന് വരും. കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് വരും? 36 വരും. അപ്പൊ 36 വരുമ്പോൾ നമുക്ക് സെക്കൻഡ് ടേമിന്റെ കൂടെ ഫസ്റ്റ് ടേമിന്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു 36 ആഡ് ചെയ്താൽ മതി സെക്കൻഡ് ടേം കിട്ടാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആംഗിൾ എന്ത് കിട്ടി? 36 ഡിഗ്രി. ഇനി സെക്കൻഡ് ആംഗിൾ എങ്ങനെ കിട്ടും? ഫസ്റ്റ് ആംഗിളിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഒരു പ്ലസ് 36 ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 36 പ്ലസ് 36 ദാറ്റ് ഈസ് ഈക്വൽ ടു 72. ഓക്കെ, തേർഡ് ആംഗിൾ എന്ത് കിട്ടും? ഈ 72ന്റെ കൂടെ ഒരു 36 ആഡ് ചെയ്ത് ദാറ്റ് ഈസ് 108. നമുക്ക് വേണ്ട ഇവിടെ 108 ഓൾറെഡി ഉണ്ട്. ഇനി ഫോർത്ത് ആംഗിൾ ഈസ് ഈക്വൽ ടു എന്ത് വരും? 108 പ്ലസ് 36 എന്ത് കിട്ടും? 144. ഇനി ഫിഫ്ത്ത് ആംഗിൾ എന്ത് വരും? 144 പ്ലസ് 36 ദാറ്റ് ഈസ് ഈക്വൽ ടു 180. ഓക്കെ, അപ്പൊ ഈ 180 ഡിഗ്രി വന്നത് കൊണ്ട് ചെറിയ ആംഗിൾ നമുക്ക് 36 ആവാൻ പറ്റില്ല. എന്താണെന്നറിയാമോ? നമുക്ക് ദേ ഈ ആംഗിൾ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതാ വരുന്നത്, ഇങ്ങനെ വരും. അപ്പൊ ഇതൊരു പെന്റഗൺ ആവില്ല, ഒരിക്കലും ഒരു പെന്റഗൺ ആവില്ല. അപ്പം എന്താണ് ഈ ഇന്റീരിയർ ആംഗിൾ? നമ്മുടെ ആംഗിൾസിന്റെ ഇന്റീരിയർ ആംഗിൾ ഒരിക്കലും 180 ഡിഗ്രി ആവത്തില്ല. അതുകൊണ്ട് സ്മോളസ്റ്റ് ആംഗിൾ പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റീരിയർ ആംഗിൾ ഓഫ് എ polygon should not be equal to 180 degree. Therefore, smallest angle 36 degree is not possible. ഓക്കെ, ക്ലിയർ? മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.